ഹലോ നമസ്കാരം, ഫ്ലോറൽ ഫിൻസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്താണ്. ഇവിടെ ഞാൻ വണ്ടർ ഫോൾസ് കാണാൻ വന്നേക്കാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30th ആണ്. ഇതാണ് സംഭവം. നല്ല ഹൈറ്റിൽ, ഏകദേശം ഒരു 30 ഫീറ്റിന് മുകളിൽ ഹൈറ്റിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. പല കടൽ ഒറിജിനൽ ഫോൾസ് പോലെ തന്നെ തോന്നും കാണാനായിട്ട്. നോക്കി എന്താ ഭംഗിയാന്ന്. ഇത് കാണാനായിട്ട് നല്ല ജനത്തിരക്കുമാണ് കേട്ടോ. അപ്പം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ 2 PM to 9 PM അതുപോലെ തന്നെ ഹോളിഡേയ്സിൽ 11 AM to 9 PM ആണ്. പിന്നെ ടിക്കറ്റിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 199 rupees. ഇവിടെ ലൈവ് DJ ഉണ്ടായിരുന്നു, പക്ഷേ അത് ആ മ്യൂസിക് ഇടാൻ പറ്റത്തില്ല, കാരണം കോപ്പറേറ്റ് ക്ലെയിം അടിക്കും. അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. അതിന് ക്ഷമിക്കുന്നു. പക്ഷേ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടോളൂ. ഇതാണ് സംഭവം. DJ ആണ്. പല പാട്ടുകളും, അടിപൊളി പാട്ടുകളെല്ലാം ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ഇടാൻ പറ്റിയില്ല. സോ ബാഡ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടർ ഫോൾസ് കൂടാതെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മുടെ മത്സ്യകന്യക ഉണ്ടായിരുന്നു, പിന്നെ ഒരു അണ്ടർ വാട്ടർ ഡൈവർ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ കുറേ പക്ഷികളുണ്ടായിരുന്നു. അതായത് നമുക്ക് പല പക്ഷികളും, കുഞ്ഞു കുഞ്ഞു ഫിഞ്ചസ് മുതൽ വലിയ മക്കാവ് വരെയുണ്ട്. അതിനൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ദർശൻ്റെ കൂടെയാണ് പോയത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ½ an hour മുകളിൽ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്, അതായത് നമ്മുടെ ബേർഡ്സിനെ കാണാൻ പോയത്. കാരണം അത്ര സൂപ്പറാണിത് കാണാനായിട്ട്. നമ്മുടെ ഒറിജിനൽ വാട്ടർഫോൾസ് പോലെ തന്നെ ഉണ്ട്. നിങ്ങളും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. സൂപ്പറാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നതിന് ശേഷം നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. കുറേ നേരം ഇവിടെ നിന്നിട്ടും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. എന്നാലും നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഇവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അതായത് പെറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാ നമ്മൾ പെറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ പല രീതിയിൽ ട്രീസ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെറ്റ്സിനെ ഫുള്ള് തുറന്നു വിട്ടേക്കുവാണ് കേട്ടോ. അതായത് ബേർഡ്സിനെ മൊത്തത്തിൽ തുറന്നു വിട്ടേക്കുവാണ് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അവർ അതിനിങ്ങനെ പറത്തി വിടുകയും ചെയ്യും. അതും കാണാൻ നല്ല രസമാണ്. അതാ നോക്കി എന്നാ സൂപ്പറാണെന്ന്. എല്ലാം അത്യാവശ്യം ടൈംഡ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ അടുത്ത് ചെന്നാലൊന്നും ഒന്നും പറന്നു പോകുന്നില്ല. എല്ലാം അതുപോലെ തന്നെ കൂളായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയ ഫിഞ്ചസ് മുതൽ നമ്മുടെ വലിയ മെക്കാവ് വരെയുണ്ട്. മെക്കാവ് പക്ഷേ വേറെ സെക്ഷനാണ്, അതായത് ഫോട്ടോ സെക്ഷനാണ് മെക്കാവ് ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റും. മെക്കാവ് ഉണ്ട് അവിടെ, പിന്നെ നമ്മുടെ മർമോസൻ മങ്കി ഉണ്ട്, അതൊക്കെയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കുറേ കൊക്കറ്റെയിൽസും അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജീസും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നത്. നല്ല സൂപ്പറാണ് കേട്ടോ. പല കളേഴ്സിലുള്ള ബഡ്ജീസൊക്കെ ഇവിടെ ഉണ്ട്, അതായത് ഒട്ടുമിക്ക കളേഴ്സും ഉണ്ട്. വീട്ടിൽ പറ്റുവാണെങ്കിൽ ഇതേപോലത്തെ വലിയൊരു കേജ് ഉണ്ടാക്കിയിട്ട് ഈ ബേർഡ്സിനെ മൊത്തം ഇങ്ങനെ തുറന്നു വിട്ട് വളർത്തണം. എന്നാ സൂപ്പറായിരിക്കും. ഇതാ നോക്കിയാൽ ഈ ഒരു ട്രീയിൽ, അതായത് നമ്മുടെ ഉണ്ടാക്കിയ ട്രീനാണ്, അതിനകത്ത് നമ്മുടെ ബേർഡ്സ് എല്ലാം കൂടി ഇരിക്കുന്നത് നോക്കിയേ. അതായത് നമ്മുടെ വൈറ്റ് ലീവ്സ് ഉള്ള ട്രീക്കകത്ത് നിറച്ച് ബേർഡ്സ് ഇരിക്കുന്നു. അതായത് ചെറിയ ബഡ്ജീസും പിഞ്ചസും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബേർഡ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ പോകണം. കാരണം
ഇഷ്ടം പോലെ ബേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡ്സുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം അത്യാവശ്യം നല്ല ടൈംഡും ആണ് കേട്ടോ. കാരണം നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴൊന്നും പറന്നു പോകുന്നൊന്നുമില്ല. ഇതേ ഈ ബഡ്ജീസും ഫിഞ്ചസും അവിടെ ഇരിക്കുന്ന നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. മനുഷ്യനുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന ഒരു ബേർഡാണ് കോക്കറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതിനകത്ത് തന്നെ ഒട്ടുമിക്ക കളർ വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഈ കോക്കറ്റെയിൽസ് അത്യാവശ്യം നല്ലതായിട്ട് സംസാരിക്കുകയും ചെയ്യും കേട്ടോ. ഇതാ കുറച്ച് ക്യൂട്ട് ഫിഞ്ചസ്. ഇതായി കുഞ്ഞ് ലവ് ബേർഡിനെ നോക്കിയേ. അത് ഈ ഓരോ ചില്ലകളിലും ഇങ്ങനെ പിടിച്ച് കയറി പോകുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു ബ്ലൂവും ഒരു വൈറ്റും കൂടി നടിയിടുന്നുണ്ട്. അതിന് പേരാണോ അതോ തമ്മിൽ അടിയിടുന്നതാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ കാണുന്ന ഗ്രീനിനകത്ത് 3 ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഒരു പേരും പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ആണെന്ന് തോന്നുന്നു. കാരണം ഒരെണ്ണത്തിനെ അത് കൊത്തി ഓടിക്കുന്നുണ്ട്, കണ്ടില്ലേ. അത് മെയിലായിരിക്കും മിക്കവാറും കൊത്തി ഓടിച്ചത്. ഇവിടെ കോമൺ ആയിട്ടാണ് വാട്ടറും അതുപോലെ തന്നെ ഫുഡും വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കിളികളും ഇപ്പോൾ ഫിഞ്ചസ് ആണ്ട് നോക്കണ്ടില്ലേ, ഫിഞ്ചസും ഈ ലവ് ബേർഡ്സും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. പല കളേഴ്സിലുള്ള ലവ് ബേർഡ്സ് എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ എന്താ ഭംഗിയാന്ന് നോക്കിയേ. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഫിഞ്ചസ്, ഒരു പെയർ ഫിഞ്ചസ് കൂടിറക്കുന്നുണ്ട് മുട്ടയിടാനായിട്ട്. അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നോക്കിക്കോളൂ. അതുകൊണ്ട് അതിനകത്ത് ഫീമെയിലാണ് ഇരുന്ന് കൂട് റെഡിയാക്കുന്നത്. എന്നിട്ട് മെയിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിട്ട് കൂട് റെഡിയാക്കാനുള്ള കച്ചിയും ചുള്ളിക്കഷ്ണവും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ഫിഞ്ചസിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് മെയിൽ ഫിഞ്ചസിന് അതിൻ്റെ ചുണ്ടില്ലേ അതിൻ്റെ ഡാർക്ക് റെഡ് കളറായിരിക്കും. അത് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഫീമെയിൽസിന് കുറച്ചുകൂടെ ലൈറ്റ് കളറുടെ ചുണ്ടായിരിക്കും. അങ്ങനെയാണ് ഫിഞ്ചസിനെ മനസ്സിലാക്കുന്നത്, അതായത് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റാണെന്നറിയില്ല. കറക്റ്റായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതാ നോക്കിയാൽ എന്ത് രസമാണെന്ന്. ആ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുള്ളിക്കഷ്ണവും അതുപോലെ തന്നെ കച്ചിയെ കൊണ്ടുവയ്ക്കുന്നത്. നല്ല ക്യൂട്ടല്ലേ ഇതിനെ കാണാനായിട്ട്. അതും വൈറ്റ് ഫിഞ്ചസാണ് കേട്ടോ. രണ്ടും വൈറ്റ് ഫിഞ്ചസാണ്, ഒരു പെയർ വൈറ്റ് ഫിഞ്ചസ്. എല്ലാം നല്ല ക്യൂട്ട് ബേർഡ്സാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ വളരെ അടുത്ത് പോയിട്ടാണ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത്. ചിലതൊക്കെ പറന്നു പോയി, ചിലതൊക്കെ അവിടെ തന്നെ ഇരുന്നു. അപ്പം കുറച്ച് സെമി ടൈംഡ് അല്ലെങ്കിൽ ടൈംഡൊക്കെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. നോക്കിയേ എന്നാ ക്യൂട്ടാണെന്ന്. അതുകൊണ്ട് നമ്മൾ കൊക്കട്ടേലിൻ്റെ അടുത്തോട്ടേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വെച്ചാൽ ഒരു ലവ് ബേർഡിൻ്റെ അടുത്തേക്കാണ്. അപ്പോഴൊക്കെ അതുപോലെ തന്നെ ഇരുന്ന് നമ്മൾ ഒത്തിരി അടുത്ത് ചെല്ലുമ്പോഴാണ് അത് പറന്നു പോകുന്നത്. ഇതാണ്ട് ലവ് ബേർഡ്സിലെ മോസ്റ്റ് കോമൺ കളർ ഗ്രീൻ കളർ ലവ് ബേർഡ്.
പിന്നെ അതാണ്ട് യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ ലവ് ബേർഡ്സിൻ്റെ. അതാണ്ട് ഈ യെല്ലോ നോക്കി എന്ത് ക്യൂട്ടാണെന്ന് കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് ബ്ലൂവിൻ്റെ തന്നെ കുറച്ച് വൈറ്റ് കൂടെ ചേർന്ന ഷെയ്ഡുണ്ട്. പിന്നെ നോർമൽ ബ്ലൂ കളർ, ഇതാണ് നോർമൽ ബ്ലൂ കളർ ലവ് ബേർഡ്. പിന്നെ ഈ ലവ് ബേർഡ്സിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് അതിൻ്റെ കൊക്കിൻ്റെ മുകളിലുള്ള ഭാഗം, അതായത് മൂക്കിന് ഒരു നീല കളറാണെങ്കിൽ അത് മെയിലും, അതുപോലെ തന്നെ പീച്ച് കളർ തന്നെയാണെങ്കിൽ ഫീമെയിലുമാണ്. അങ്ങനെയാണ് ഈ ലവ് ബേർഡ്സിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു മെയിലിനെ കാണിച്ചിടാവേ. ഈ കൂട്ടത്തിൽ ഏറ്റവും റൈറ്റ് ഇരിക്കുന്ന ആ ഒരു നീല ലവ് ബേർഡിനെ നോക്കി, അത് കൺഫേം മെയിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സംഘാടകർ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ പോയി പറത്തി വിടും. അത് കാണാൻ നല്ല രസമാണ്, എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് പറക്കുന്ന കാണാനായിട്ട്. ഇനി കുറച്ച് സൺ കൊണൂസിനെ കാണാം. മീഡിയം സൈസ്ഡ് കൊണൂർ പെടുന്നതാണ് സൺ കൊണൂർ. അതിൻ്റെ ബ്രൈറ്റ് യെല്ലോ കളർ തന്നെയാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ദേഹത്ത് ചെറുതായിട്ട് ഒരു നമ്മുടെ ഗ്രീൻ പാച്ചസ് കൂടെ കാണും. പിന്നെ ഇത് ചെറിയ സൺ കൊണൂസിന് നോർമലി ഗ്രീൻ കളേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാകുക. പിന്നെ അത് വലുതാവുന്നതനുസരിച്ചായിരിക്കും എൻ്റെ ദേഹത്തെ ഈ ഒരു യെല്ലോ കളർ കയറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റെഡ് ഫാക്ടർ സൺ കൊണൂസ് ഉണ്ട്. അതായത് അതിൻ്റെ ഫെതേഴ്സിൽ റെഡ് കളർ കയറി വരും. അതായത് യെല്ലോ കളറുള്ളിടത്ത് റെഡ് കളർ കയറി വരും. അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, കുറച്ചും കൂടെ റെയറുമാണ്. ഇതായി 3 സൺ കൊണൂസ് കൊണ്ടിരിക്കുന്ന നോക്കി എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ആ ബ്രൈറ്റ് യെല്ലോ കളേഴ്സൊക്കെ നോക്കി നല്ല രസമല്ലേ. ഈ ലവ് ബേർഡിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ ഒരു ബേർഡായിട്ട് പോലും ഈ സൺ കൊണൂസ് വലിയ അഗ്രഷൻ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ബാക്കിയുള്ള ബേർഡ്സ് എല്ലാം വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ ഫോട്ടോ സെഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. അതായത് സെൽഫി കോണം. അപ്പം അവിടെ നമുക്ക് മർമോസൻ ഭംഗിയുണ്ട്, പിന്നെ എക്ട്രാക്ടസ് പാരറ്റ് ഉണ്ട്, പിന്നെ അതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലൂ ആങ്കിൾ മക്കാവ് ഉണ്ട്, പിന്നെ നമ്മുടെ ബോൾ പൈത്തനുണ്ട്, പിന്നെ നമ്മുടെ കൊക്കറ്റും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിനെ എടുക്കാം. എന്നിട്ട് ഈ ഒരു മറ്റേ മങ്കിക്ക് മാത്രം 500 റുപ്പീസും ബാക്കിയില്ലാത്തതിനും ഒരെണ്ണത്തിന് 100 റുപ്പീസ് വെച്ചാണ്. ഈ കയ്യിലെടുത്ത് വെക്കാൻ പറ്റിയ എല്ലാ ബേർഡ്സും അനിമൽസും ഒക്കെ ടൈംഡ് ആണ് കേട്ടോ, അഗ്രഷനൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ അതിനകത്ത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കവും മാത്രം ചെറുതായിട്ട് അഗ്രഷൻ കാണിക്കുന്നുണ്ട്. അഗ്രഷൻ അല്ല, കുറുമ്പാണ്, കുഞ്ഞു കിളി, അത് വളരെ വരുന്നേ ഉള്ളൂ അതിൻ്റെ. ഇതിനകത്ത് ഈ എക്ലറ്റസ് പാറ്റ് നോക്കി എന്ത് ക്യൂട്ടാണെന്ന്. അപ്പം ഇതിനകത്ത് നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫീമെയിലാണ്. എക്ലറ്റസിലെ ഫീമെയിൽസിന് റെഡ് കളറും മെയിലിന് ഒരു ഗ്രീൻ കളറും ആയിരിക്കും. അതെ, നെക്സ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് ബേർഡ്, അതായത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്. അതിനകത്ത് എല്ലാ കളേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ കളിയാണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ സാധനത്തിന് എന്നേ മേടിച്ചാണ്. അടുത്ത് നോക്കിയേ, യെല്ലോ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, എല്ലാ കളേഴ്സും ഈ ഒരു ബേർഡിലുണ്ട്. നല്ല ടോക്കറ്റീവാണ്, നല്ല സൂപ്പർ ബേർഡാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് താണ്ടി കൊക്കറ്റുവിനെ കയ്യിലെടുത്തു. കൊക്കറ്റു നല്ല സുഖമായിട്ട് എൻ്റെ കയ്യിലിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് ശേഷം ഞാൻ രണ്ടാമെടുത്തത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവാണ്. അത് കുറച്ച് ഇന്ന് ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഇതേ കാണിച്ചിട്ടാവേ. ഇത് നല്ല ക്യൂട്ട് ബേർഡല്ലേ, എന്ത് രസമെന്ന് നോക്കിയാൽ കാണാനായിട്ട്. അത്യാവശ്യം നല്ല വൈറ്റ് കളറും പിന്നെ തലയിലെ ക്യാപ്പും പിന്നെ അടി സംഭവം. ഇവനെ എടുത്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, കാരണം ഇവൻ മുകളിലേക്ക് കയറി വരിക. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് കയറി വരുന്നത്. നമ്മൾ കൈ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ അവിടെ തന്നെ ഇരുന്നോളെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അങ്ങനെ പൊക്കി പിടിച്ചു താണ്ടേ അതുപോലെ തന്നെ ഇരുന്ന് കാണിച്ചു തരാവേ. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ കുറച്ച് ജീവനുള്ള പോലെ തോന്നിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് വണ്ടുകളും അതായത് ഹണി ബീയും അതൊക്കെയുണ്ട്. അതായത് പൂക്കൾ എല്ലാം ഉള്ള സെക്ഷനിലേക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം കേട്ടോ. എന്ത് സൂപ്പറായിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് നോക്കി. കാണാൻ നല്ല ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്.
അടുത്തായിട്ട് നമ്മൾ അണ്ടർ വാട്ടർ ഡൈവറിനെ കാണാൻ പോവാണ്. ഇപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അക്വേറിയം ഉണ്ട്, വലിയ അക്വേറിയം. അതിനകത്ത് ഇതേപോലെ നല്ല വലിയ ഷാർക്സ്, അതായത് നമ്മുടെ ഓർണമെൻ്റൽ ഷാർക്സ് ആണ് അതിന് ഇട്ടിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതാണ് ഡൈവർ, പുള്ളിക്കാരൻ നല്ലതായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. നെക്സ്റ്റ് വൺ മത്സ്യകന്യകയാണ്. പിന്നെ ഇവിടെ സാധാരണ എല്ലാ ഫെസ്റ്റിനും കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആണ്ടേ കട്ടിൽ, മെത്ത, പിന്നെ നമ്മുടെ ആവശ്യ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, അതൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അതെ. ഹായ്, എന്താ പേരെന്താ? റാഫി. മോളുടെ പേര്? ഹായ്, പെറ്റ്സ് ചാനലാണ്, ഫ്ലോറഫിൻസ് എന്ന പേര്. യൂട്യൂബിൽ. ഓക്കെ, ബൈ. ഇതാണ്ട് ഹോട്ട് ബാഗ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടല തിരഞ്ഞെടുക്കാം. പിന്നെ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബുക്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതവർ ഓഫറിലാണ് വെച്ചേക്കുന്നത്. കുറേയൊക്കെ ബുക്സ്, ഇഷ്ടമുള്ള ബുക്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. കുറേ കളക്ഷൻസ് ഉണ്ട്. ഒട്ടുമിക്ക ഫേമസ് ബുക്സുകളും ഇവിടെ കാണാൻ സാധിച്ചു. റിച്ച് ഡാഡ് പുവർ ഡാഡ്, സീക്രട്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ്, കുറേ ബുക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും കോപ്പിയാണ്, എന്തായാലും പേജസൊക്കെ ഓക്കെയാണ്. പിന്നെ എന്താ കോലാപ്പൂരി ചെരുപ്പിൻ്റെ സ്റ്റോള്, തൊട്ടപ്പുറത്ത് എന്തോ ആയുർവേദ മരുന്നുണ്ട്, താരം മാറാനുള്ള മരുന്നിൻ്റെ എങ്ങാണ്ട് സ്റ്റോള്. പിന്നെ കുട്ടികൾക്കുള്ള കുറേ ഈ കളിപ്പാട്ടം, ടോയ്സ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട്, അതാണ്ട് കണ്ടില്ലേ. പിന്നെ തൊട്ടപ്പുറത്ത് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ അലുവ, അതായത് നമ്മുടെ അലുവ, പലതരം അലുവകളുണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ്, ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റോൾ കുറേ കണ്ടു കേട്ടോ ഇവിടെ. പിന്നെ ഏതാണ്ട് ടോയ് സ്റ്റോർ. ഇവിടുന്ന് സ്പൈഡർമാൻ്റെ ഒരു കീ ചെയിൻ ഞാൻ വാങ്ങിയായിരുന്നു. നല്ല സാധനമായിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റി. പിന്നെ വേണ്ട കുഞ്ഞിപ്പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ വാച്ചസ്, പല ടൈപ്പിലുള്ള വാച്ചസ്. പക്ഷേ ഇതൊക്കെ ഒരു മഴയത്ത് തന്നെ ചിലപ്പോൾ മിക്കവാറും അടിച്ചു പോകും. എന്തായാലും കൊള്ളാം, കുഞ്ഞിപ്പിള്ളേർക്ക് കൈ കെട്ടി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇതാ സാരിയൊക്കെ ഉള്ളൊരു ഷോപ്പ് കണ്ടു ഇവിടെ. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കൊരു സാരി വാങ്ങി കൊടുക്കാമായിരുന്നു. ഇതാ വീണ്ടും ടോയ് ഷോപ്പ്. കുറേ ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതായത് കാറിൻ്റെ മറ്റേ സ്കെയിൽ മോഡൽസൊക്കെ ഉള്ളത്. ഇതാ ഒരു പെർഫ്യൂം ഷോപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ബാഗ്സൊക്കെ വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. അവിടെ നിറയെ ബാഗ്സ് ഉണ്ട്. കാണാൻ രസമുള്ള സാധനങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ ഇത് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. വീണ്ടും ബെഡ്ഷീറ്റുകൾ വെക്കുന്നൊരു സ്റ്റോള്. ഈ ഒരു സ്റ്റോളിലെ സംഭവങ്ങളാണ് എന്നെ അതിശയപ്പെടുത്തിയത്. കാരണം നല്ല സൂപ്പർ സാധനങ്ങളാണ്. ഞാൻ രണ്ടെണ്ണം ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. 2 പിക്ചേഴ്സ് എവിടത്തെ ഉള്ള സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ.
ഇതാ വീണ്ടും കുറേ സ്കെയിൽ മോഡൽസൊക്കെ ഉള്ളൊരു ഷോപ്പ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊള്ളാം കാശ്, പക്ഷേ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്. എന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിയാൽ. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പസിൽ ഷോപ്പ് താണ്ട് ഇതേപോലെ നമുക്ക് പസിൽസ് ഒരു മോഡൽസ് ആക്കി ഉണ്ടാക്കി വെക്കാൻ പറ്റും ആ സംഭവം. ഈ ഷോപ്പും കൊള്ളാം, ആവശ്യമുള്ളവർ എടുക്കുക. പിന്നെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്ന കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങാൻ നിന്നില്ല. ഇതാ വീണ്ടും ഒരു ടോയ് ഷോപ്പ്. പിന്നെ ഇവിടെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, ഇതാ കണ്ടില്ലേ. അതിനുശേഷം കുറേ ഗെയിമിംഗ് ഏരിയ, അതായത് നമുക്ക് ഈ വളയെറിഞ്ഞിട്ട് വീഴുമ്പോൾ പ്രൈസ് കിട്ടുന്ന സംഭവമൊക്കെ അല്ലേ, അതൊക്കെയാണ്. അത് 6 റിങ്സിന് 50 റുപ്പീസ്. ഒന്നും കളിക്കാൻ നിന്നില്ല. അങ്ങനെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ വേണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഏരിയാസ്, അതായത് പൂള്, ജെയിൻറ്റ് വീല്, ടോയ് കാസ്, അതൊക്കെ ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ് കേട്ടോ. പുറത്തിറങ്ങുമ്പോഴും കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ, അതായത് ടോയ്സും അതുപോലെ തന്നെ കോട്ടൺ ക്യാൻഡിയൊക്കെ ഉള്ള സ്റ്റോൾസ്. ഇതാ കണ്ടല്ലേ, ഇത് കംപ്ലീറ്റ്ലി ഫോർ ചിൽഡ്രൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് വിജയമോഹനൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.